ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോം PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഒക്ടോബർ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കറണ്ട് അഫേഴ്സ് ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നോബൽ പുരസ്കാരത്തെക്കുറിച്ചാണ്. ഫസ്റ്റ് വൺ, 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? വിക്ടർ അംബ്രോസ്, ഗാരി റോവ്കിൻ. രണ്ടു പേർക്കാണ് 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അവർ ആരൊക്കെയാണ്? വിക്ടർ അംബ്രോസ്, ഗാരി റോവ്കിൻ. USA നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരാണ് വിക്ടർ അംബ്രോസും ഗാരി റോവ്കിനും. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവെക്കുക, 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആരൊക്കെയാണ്? വിക്ടർ അംബ്രോസ്, ഗാരി റോവ്കിൻ. അമേരിക്കയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരാണ് വിക്ടർ അംബ്രോസും ഗാരി റോവ്കിനും. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് രണ്ടുപേർക്കും വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം 2024 ലഭിച്ചത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ. ഓർത്തുവയ്ക്കുക, USA നിന്നുള്ള ശാസ്ത്രജ്ഞനായ ജോൺ ഹോപ്ഫീൽഡിനും UK നിന്നുള്ള ശാസ്ത്രജ്ഞനായ ജെഫ്രി ഹിൻഡനുമാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. നിർമ്മിത ബുദ്ധിക്ക് ആധാരമായ കണ്ടുപിടുത്തത്തിനാണ് ഈ രണ്ടു പേർക്കും 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? വിക്ടർ അംബ്രോസ്, ഗാരി റോവ്കിൻ. ഓർത്തുവയ്ക്കുക, മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനാണ് ഈ രണ്ടു പേർക്കും നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഇനി 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചവർ ജോൺ ഹോപ്ഫീൽഡ്, USA നിന്നുള്ള ശാസ്ത്രജ്ഞനാണ്. ജെഫ്രി ഹിൻഡൻ UK നിന്നുള്ള ശാസ്ത്രജ്ഞനാണ്. നിർമ്മിത ബുദ്ധിക്ക് ആധാരമായ കണ്ടുപിടുത്തത്തിനാണ് ഈ രണ്ടു പേർക്കും 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. USA നിന്നുള്ള ശാസ്ത്രജ്ഞനായ ഡേവിഡ് ബേക്കർ, US നിന്നുള്ള ശാസ്ത്രജ്ഞനായ ജോൺ ജെമ്പർ, UK നിന്നുള്ള ശാസ്ത്രജ്ഞനായ ഡെമിസ് ഹസാബിസ് തുടങ്ങിയവർക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, ഡേവിഡ് ബേക്കർ USA നിന്നുള്ള ശാസ്ത്രജ്ഞനാണ്. ജോൺ ജെമ്പർ US നിന്നുള്ള ശാസ്ത്രജ്ഞനാണ്. ഡെമിസ് ഹസാബിസ് UK നിന്നുള്ള ശാസ്ത്രജ്ഞനാണ്. ഈ 3 പേർക്കുമാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷനുമാണ് ഇവർക്ക് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനും ജോൺ ജെമ്പറിനും ഡെമിസ് ഹസാബീസിനും പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷനുമാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിനാണ്. ഓർത്തുവയ്ക്കുക, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്. അപ്പോൾ 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, ജോൺ ജെമ്പർ, ഡെമിസ് ഹസാബിസ്. ഡേവിഡ് ബേക്കറിന് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിനാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ജോൺ ജെമ്പർ, ഡെമിസ് ഹസാബിസ് തുടങ്ങിയവർക്ക് പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷനാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്തുവയ്ക്കാം. ഇനി 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ കാങ്ങിനാണ്. നെക്സ്റ്റ്, 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇതൊരു സംഘടനയാണ്, അതായത് ജാപ്പനീസ് സംഘടനയായ നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ് 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, ജാപ്പനീസ് സംഘടനയായ നിഹാൻ ഹിഡാൻക്യോ എന്ന സംഘടനയാണ് 2024 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹത നേടിയത്. ആണവായുധ മുക്തമായ ലോകത്തിനായുള്ള പ്രവർത്തനത്തിനാണ് നിഹോൺ ഹിഡാൻക്യോ എന്ന ഈ ഒരു ജാപ്പനീസ് സംഘടനയ്ക്ക് 2024 സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭ്യമായത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 സാമ്പത്തിക നൊബേൽ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. ഡാരോൺ അസമഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ.
2024 സാമ്പത്തിക നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡാരോൺ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നും സമൃദ്ധിയെ എങ്ങനെ ബാധിക്കുന്നു എന്നും പഠിക്കുന്നതിനാണ് ഇവർക്ക് 2024 സാമ്പത്തിക നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക. അപ്പോൾ 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭ്യമായത് ആർക്കാണ്? ജാപ്പനീസ് സംഘടനയായ നിഹോൺ ഹിഡാൻക്യോയ്ക്കാണ്. ആണവായുധ മുക്തമായ ലോകത്തിനായുള്ള പ്രവർത്തനത്തിനാണ് നിഹോൺ ഹിഡാൻക്യോയ്ക്ക് ഈ ഒരു സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം 2024 ലഭ്യമായത്. ഇനി 2024 സാമ്പത്തിക നൊബേൽ പുരസ്കാരം ലഭ്യമായത് ആർക്കൊക്കെയാണ്? ഡാരോൺ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ്. സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നും സമൃദ്ധിയെ എങ്ങനെ ബാധിക്കുന്നു എന്നും പഠിക്കുന്നതിനാണ് ഇവർക്ക് 2024 സാമ്പത്തിക നൊബേൽ പുരസ്കാരം ലഭ്യമായത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പുതിയ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? സക്കറിയ ഉമ്മൻ. പുതിയ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് മുൻ PSC അംഗമായ സക്കറിയ ഉമ്മനാണ്. ഓർത്തുവയ്ക്കുക. പുതിയ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് മുൻ PSC അംഗം സക്കറിയ ഉമ്മൻ. നെക്സ്റ്റ്, ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ അതായത് INSൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? MV ശ്രേയാസ് കുമാർ. ഓർത്തുവയ്ക്കുക. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ അതായത് INSൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് MV ശ്രേയാസ് കുമാർ. അപ്പോൾ പുതിയ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് മുൻ PSC അംഗമായ സക്കറിയ ഉമ്മൻ. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ അതായത് INSൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് MV ശ്രേയാസ് കുമാർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡൻ്റായി നിയമിതനായത് ആരാണ്? ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണനാണ്. ഓർത്തുവയ്ക്കുക. ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡൻ്റായി നിയമിതനായത് ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണനാണ്. നെക്സ്റ്റ്, തമിഴ്നാടിൻ്റെ പുതിയ ഉപമുഖ്യമന്ത്രി ആരാണ്? ഉദയനിധി സ്റ്റാലിൻ. തമിഴ്നാടിൻ്റെ പുതിയ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. ഓർത്തുവയ്ക്കുക. ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡൻ്റായി നിയമിതനായത് ആരാണ്? ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണനാണ്. അതുപോലെ തമിഴ്നാടിൻ്റെ പുതിയ ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉദയനിധി സ്റ്റാലിൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, നാറ്റോയുടെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത് ആരാണ്? മാർക്ക് റൂട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നാറ്റോയുടെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത് മാർക്ക് റൂട്ട്. നെക്സ്റ്റ്, പുതിയ ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ്? ഷിഗേരു ഇഷിബ. പുതിയ ജപ്പാൻ പ്രധാനമന്ത്രിയാണ് ഷിഗേരു ഇഷിബ. അപ്പോൾ നാറ്റോയുടെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റത് മാർക്ക് റൂട്ട്. പുതിയ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ വിറ്റ്നസ്. പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ വിറ്റ്നസ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും വേഗത്തിൽ 50, 100, 150, 200, 250 റൺസുകൾ നേടിയതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓർത്തുവയ്ക്കുക. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 50, 100, 150, 200, 250 റൺസുകൾ നേടിയതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യമാണ് ഇന്ത്യ. പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥയാണ് വിറ്റ്നസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 50, 100, 150, 200, 250 റൺസുകൾ നേടിയതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയ രാജ്യമാണ് ഇന്ത്യ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ പ്രതിവിധി കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഓർത്തുവയ്ക്കുക. ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയ രാജ്യമാണ് ചൈന. നെക്സ്റ്റ്, ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ ജേതാവായത് ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ. ഓർത്തുവയ്ക്കുക. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ ജേതാവായത് കാരിച്ചാൽ ചുണ്ടൻ. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയ രാജ്യമാണ് ചൈന. അതുപോലെ ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ ജേതാവായത് കാരിച്ചാൽ ചുണ്ടൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസ താരം ആരാണ്? അന്ത്വാൻ ഗ്രീസ്മൻ. ഓർത്തുവയ്ക്കുക. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അതായത് ICCയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസ താരമാണ് അന്ത്വാൻ ഗ്രീസ്മൻ. നെക്സ്റ്റ്, പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് താരം ആരാണ്? റാഫേൽ നഡാൽ. പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് താരമാണ് റാഫേൽ നഡാൽ.
ഫസ്റ്റ് വൺ, അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസ താരമാണ് അന്ത്വാൻ ഗ്രീസ്മൻ. നെക്സ്റ്റ്, പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച സ്പാനിഷ് താരമാണ് റാഫേൽ നഡാൽ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? നോയൽ ടാറ്റ. ഓർത്തുവയ്ക്കുക, നോയൽ ടാറ്റയാണ് രത്തൻ ടാറ്റയുടെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത്. പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായിരുന്ന രത്തൻ ടാറ്റ അടുത്തിടെ അന്തരിച്ചു. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? നോയൽ ടാറ്റ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണ്? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നീ 5 ഭാഷകളാണ് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ. ഓർത്തുവയ്ക്കുക. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് തുടങ്ങിയ 5 ഭാഷകളാണ് അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇതിനു മുൻപ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണ്? തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്കു, കന്നഡ, ഒഡിയ. ഓർത്തുവയ്ക്കുക. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളാണ് മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് തുടങ്ങിയ 5 ഭാഷകൾ. ഇതിനു മുൻപ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളാണ് തമിഴ്, മലയാളം, സംസ്കൃതം, തെലുഗു, കന്നഡ, ഒഡിയ തുടങ്ങിയവ. ഇതോടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 11. ഓർത്തുവയ്ക്കുക. ആകെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 11. ഓർത്തുവയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ്? തമിഴാണ്. ഓർത്തുവയ്ക്കുക. ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ തമിഴാണ്. ഇപ്പോൾ ആകെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 11. ഏതൊക്കെയാണ്? മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്, തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്കു, കന്നഡ, ഒഡിയ. ഓർത്തുവയ്ക്കുക. പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനുമായിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? നോയൽ ടാറ്റ. നെക്സ്റ്റ്, അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ്. ഇതിനു മുൻപ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകളാണ് തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്കു, കന്നഡ, ഒഡിയ. ഇതോടെ ആകെ 11 ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ആകെ ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത് 11. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മിഥുൻ ചക്രവർത്തി. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ബോളിവുഡ് താരമായ മിഥുൻ ചക്രവർത്തി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 വയലാർ സാഹിത്യ അവാർഡിന് അർഹനായത് ആരാണ്? അശോകൻ ചരുവിൽ. ഓർത്തുവയ്ക്കുക. 2024 വയലാർ സാഹിത്യ അവാർഡിന് അർഹനായത് അശോകൻ ചരുവിൽ. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭ്യമായത്. ഓർത്തുവയ്ക്കുക. 2024 വയലാർ സാഹിത്യ അവാർഡിന് അർഹനായത് അശോകൻ ചരുവിൽ. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭ്യമായത്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മിഥുൻ ചക്രവർത്തി. നെക്സ്റ്റ്, 2024 വയലാർ സാഹിത്യ അവാർഡിന് അർഹനായത് അശോകൻ ചരുവിൽ. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം ലഭ്യമായത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സംവിധാനം ഏതാണ്? സർവത്ര. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സംവിധാനമാണ് സർവത്ര. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കൃത്രിമ പേശിയോടുകൂടി ആദ്യ റോബോട്ടിക് കാലിന് രൂപം നൽകിയ രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ്. കൃത്രിമ പേശിയോട് കൂടിയ ആദ്യ റോബോട്ടിക് കാലിന് രൂപം നൽകിയ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സംവിധാനമാണ് സർവത്ര. കൃത്രിമ പേശിയോട് കൂടിയ ആദ്യ റോബോട്ടിക് കാലിന് രൂപം നൽകിയ രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. നെക്സ്റ്റ്, 2024 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രഭ വർമ്മ. 2024 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് പ്രഭ വർമ്മ. നെക്സ്റ്റ്,
കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് അർഹത നേടിയ കേരളത്തിലെ പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? കടലുണ്ടി, കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി, അതുപോലെ കോട്ടയം ജില്ലയിലെ കുമരകം. ഓർത്തുവയ്ക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് അർഹത നേടിയ കേരളത്തിലെ പഞ്ചായത്തുകളാണ് കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി, അതുപോലെ കോട്ടയം ജില്ലയിലെ കുമരകം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2023 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ അവാർഡിന് അർഹനായത് ആരാണ്? വട്ടപ്പറമ്പിൽ പീതാംബരൻ. ഓർത്തുവയ്ക്കുക, 2023 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ അവാർഡിന് അർഹനായത് വട്ടപ്പറമ്പിൽ പീതാംബരൻ. നെക്സ്റ്റ്, 2023 NV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. ഓർത്തുവയ്ക്കുക, 2023 NV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. അവരുടെ ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ എന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭ്യമായത്. ഓർത്തുവയ്ക്കുക, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ എന്ന കൃതിയാണ് ഈ ഒരു സാഹിത്യ പുരസ്കാരത്തിന് അർഹമായത്. 2023 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ്റെ അവാർഡിന് അർഹനായത് വട്ടപ്പറമ്പിൽ പീതാംബരൻ. 2023 NV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീ ചിത്രഗാഥ എന്ന കൃതിയാണ് ഈ പുരസ്കാരത്തിന് അർഹമായത്. നെക്സ്റ്റ്, ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡിന് അർഹനായത് ആരാണ്? ചലച്ചിത്ര നടനായ ഇന്ദ്രൻസ് ആണ്. ഓർത്തുവയ്ക്കുക, ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡിന് അർഹനായത് ചലച്ചിത്ര നടനായ ഇന്ദ്രൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ഇന്ദ്രധനുസ് എന്ന കൃതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡിന് അർഹനായത് ചലച്ചിത്ര നടൻ ഇന്ദ്രൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ഇന്ദ്രധനുസാണ് ഈ ഒരു അവാർഡിന് അർഹമായത്. നെക്സ്റ്റ്, 2024 വയലാർ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂർ. 2024 വയലാർ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. നെക്സ്റ്റ്, ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? ഇലോൺ മസ്ക് ആണ് ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഇതിനു മുൻപ് ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസ് ആയിരുന്നു. അതായത് ഇപ്പോൾ പുറത്തുവിട്ട പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? ഇലോൺ മസ്ക് ആണ്. ഇന്ത്യയിലെ അതിസമ്പന്നനായ വ്യക്തി മുകേഷ് അംബാനിയാണ്. ഓർത്തുവയ്ക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇലോൺ മസ്കും ഇന്ത്യയിലെ അതിസമ്പന്നൻ മുകേഷ് അംബാനിയുമാണ്. ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടികയിൽ 14ാം സ്ഥാനമാണ് മുകേഷ് അംബാനി. ഓർത്തുവയ്ക്കുക, ഇന്ത്യയിലെ അതിസമ്പന്നൻ മുകേഷ് അംബാനിയാണ്. ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടികയിൽ 14ാം സ്ഥാനത്താണ് മുകേഷ് അംബാനി ഉള്ളത്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, നാസ അടുത്തിടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്ലൂട്ടോയുടെ ഉപഗ്രഹം ഏതാണ്? ഷാരോൺ. നാസ അടുത്തിടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ് ഷാരോൺ. ഓർത്തുവയ്ക്കുക, ബ്ലൂംബെർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇലോൺ മസ്ക്. ഇന്ത്യയിലെ അതിസമ്പന്നനാണ് മുകേഷ് അംബാനി. ഈ ഒരു പട്ടികയിൽ 14ാം സ്ഥാനത്താണ് മുകേഷ് അംബാനി ഉള്ളത്. നെക്സ്റ്റ്, നാസ അടുത്തിടെ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്ലൂട്ടോയുടെ ഉപഗ്രഹമാണ് ഷാരോൺ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ കണ്ടെത്തിയ സൂര്യനു സമീപമുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന കുഞ്ഞൻ ഗ്രഹം ഏതാണ്? ബെർണാഡ് ബി. ഓർത്തുവയ്ക്കുക, അടുത്തിടെ കണ്ടെത്തിയ സൂര്യന് സമീപമുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന കുഞ്ഞൻ ഗ്രഹമാണ് ബെർണാഡ് ബി. നെക്സ്റ്റ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹാൻലെയിലാണ്. ഓർത്തുവയ്ക്കുക, ലഡാക്കിലെ ഹാൻലെയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്. 4300 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്. ഓർത്തുവയ്ക്കുക, ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻലെയിലാണ്. 4300 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്. മാത്രവുമല്ല, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഇത്തരത്തിലുള്ള ഒരു ദൂരദർശിനി കൂടിയാണ് ഹാൻലെയിലെ ഈ ഒരു ദൂരദർശിനി. ഓർത്തുവയ്ക്കുക, ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ
ഹാൻലെയിലാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനിയും ഹാൻലെയിലെ ദൂരദർശിനി തന്നെയാണ്. ഓർത്തുവയ്ക്കുക, 4300 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ജിൻസൺ ചാൾസ്. അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജിൻസൺ ചാൾസ്. നെക്സ്റ്റ്, 2024 വേൾഡ് സ്പേസ് അവാർഡ് നേടിയത് ആരാണ്? ചാന്ദ്രയാൻ 3 ടീമാണ്. ഓർത്തുവയ്ക്കുക, ചാന്ദ്രയാൻ 3യുടെ ടീമാണ് 2024 വേൾഡ് സ്പേസ് അവാർഡ് നേടിയത്. ഓർത്തുവയ്ക്കുക, അടുത്തിടെ ഓസ്ട്രേലിയൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ജിൻസൺ ചാൾസ്. 2024 വേൾഡ് സ്പേസ് അവാർഡ് നേടിയത് ചാന്ദ്രയാൻ 3യുടെ ടീമാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ആരാണ്? ജൂലിയ റോബർട്സ്. ഓക്കെ, ഓർത്തുവയ്ക്കുക, ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടിയാണ് ജൂലിയ റോബർട്സ്. നെക്സ്റ്റ്, ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത്. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? പുല്ലമ്പാറയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്താണ് ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത്. ഓർത്തുവയ്ക്കുക, സംസ്ഥാനത്തെയല്ല രാജ്യത്തെയാണ്. ഓർത്തുവയ്ക്കുക, ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ. അപ്പോൾ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ആരാണ്? ജൂലിയ റോബർട്സ്. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ. നെക്സ്റ്റ്, അടുത്തിടെ അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. കേരളത്തിൽ നിന്നുള്ള സർവകലാശാലയാണ് കേരള സർവകലാശാല. ഓർത്തുവയ്ക്കുക, അടുത്തിടെ അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള സർവകലാശാല കേരള സർവകലാശാല. നെക്സ്റ്റ്, PG ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? റോമില ദാപ്പർ. ഓർത്തുവയ്ക്കുക, PG ദേശീയ പുരസ്കാരത്തിന് അർഹയായത് റോമില ദാപ്പർ. നെക്സ്റ്റ്, വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ ബൂസ്റ്റർ ഭാഗം വിക്ഷേപണ ടവറിലേക്ക് തന്നെ തിരിച്ചിറക്കിയ ആദ്യത്തെ ബഹിരാകാശ കമ്പനി ഏതാണ്? സ്പേസ് എക്സ്. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന കമ്പനിയാണ് വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ ബൂസ്റ്റർ ഭാഗം വിക്ഷേപണ ടവറിലേക്ക് തന്നെ തിരിച്ചിറക്കിയത്. ഓർത്തുവയ്ക്കുക, വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ ബൂസ്റ്റർ ഭാഗം വിക്ഷേപണ ടവറിലേക്ക് തന്നെ തിരിച്ചിറക്കിയ ആദ്യത്തെ ബഹിരാകാശ കമ്പനിയാണ് എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് എന്ന കമ്പനി. നെക്സ്റ്റ്, 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഉത്തരാഖണ്ഡ്. ഓർത്തുവയ്ക്കുക, വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ ബൂസ്റ്റർ ഭാഗം വിക്ഷേപണ ടവറിലേക്ക് തന്നെ തിരിച്ചിറക്കിയ ആദ്യത്തെ ബഹിരാകാശ കമ്പനിയാണ് സ്പേസ് എക്സ്. 38ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണ് ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ്, മികച്ച പാർലമെൻറ്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NK പ്രേമചന്ദ്രൻ. മികച്ച പാർലമെൻറ്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NK പ്രേമചന്ദ്രൻ. ലോക്സഭാംഗമാണ്. ഓർത്തുവയ്ക്കുക, മികച്ച പാർലമെൻറ്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ലോക്സഭാംഗമായ NK പ്രേമചന്ദ്രനാണ്. നെക്സ്റ്റ്, കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഇ-മോചൻ. ഓർത്തുവയ്ക്കുക, കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇ-മോചൻ. മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇ-മോചൻ. ഓർത്തുവയ്ക്കുക, മികച്ച പാർലമെൻറ്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ലോക്സഭാംഗമായ NK പ്രേമചന്ദ്രൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഇ-മോചൻ. നെക്സ്റ്റ്, 2024 കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PV ചന്ദ്രൻ. 2024 കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത് PV ചന്ദ്രൻ. അദ്ദേഹം മാതൃഭൂമിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ഓർത്തുവയ്ക്കുക, മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ വ്യക്തിയാണ് PV ചന്ദ്രൻ. അദ്ദേഹത്തിനാണ് 2024 കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത്. നെക്സ്റ്റ്, അടുത്തിടെ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഏതാണ്?
ഡാന ചുഴലിക്കാറ്റ്. ഓർത്തുവയ്ക്കുക. അടുത്തിടെ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന ചുഴലിക്കാറ്റ്. ഡാന ചുഴലിക്കാറ്റിന് ആ ഒരു പേര് നൽകിയ രാജ്യം എന്ന് പറയുന്നത് ഖത്തറാണ്. ഓർത്തുവയ്ക്കുക. ഡാന ചുഴലിക്കാറ്റിന് ഡാന എന്ന പേര് നൽകിയ രാജ്യം ഖത്തർ എന്നാണ്. ഡാന എന്ന വാക്കിൻ്റെ അർത്ഥം ഔദാര്യം എന്നാണ്. ഓർത്തുവയ്ക്കുക. അടുത്തിടെ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന ചുഴലിക്കാറ്റ്. ആ ഒരു ചുഴലിക്കാറ്റിന് ഒരു പേര് നൽകിയ രാജ്യം എന്ന് പറയുന്നത് ഖത്തറാണ്. ഡാന എന്ന വാക്കിൻ്റെ അർത്ഥം ഔദാര്യം എന്നാണ്. ഓർത്തുവയ്ക്കുക. 2024 കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനാണ്. അതുപോലെ അടുത്തിടെ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഡാന ചുഴലിക്കാറ്റ്. ഡാന ചുഴലിക്കാറ്റിന് ആ ഒരു പേര് നൽകിയ രാജ്യം ഖത്തറാണ്. ഡാന എന്ന വാക്കിൻ്റെ അർത്ഥം ഔദാര്യം എന്നാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? നയാബ് സിംഗ് സൈനി. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് നയാബ് സിംഗ് സൈനി. നെക്സ്റ്റ്, പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ്? ഒമർ അബ്ദുള്ള. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഒമർ അബ്ദുള്ള. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് നയാബ് സിംഗ് സൈനി. അതുപോലെ ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഒമർ അബ്ദുള്ള. ഓർത്തുവയ്ക്കുക. പ്രത്യേക പദവി റദ്ദാക്കിയതിന് ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഒമർ അബ്ദുള്ള. നെക്സ്റ്റ്, സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരാണ്. ഓർത്തുവയ്ക്കുക. സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം. ഓർത്തുവയ്ക്കുക. സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂരാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കോട്ടയമാണ്. കോട്ടയത്തെ കടപ്പൂരാണ് ഈ ഒരു പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത്. ഓർത്തുവയ്ക്കുക. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ലയാണ് കോട്ടയം. കോട്ടയം ജില്ലയിലെ കടപ്പൂർ എന്ന സ്ഥലത്താണ് ഈ ഒരു പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത്. അപ്പോൾ സഹകരണ മേഖലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വന്നത് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂറാണ്. കേരളത്തിലെ ആദ്യ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല കോട്ടയം ജില്ലയിലെ കടപ്പൂരാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ്. ഓർത്തുവയ്ക്കുക. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. അപ്പോൾ 50ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. ഓർത്തുവയ്ക്കുക. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 50ാമത് DY ചന്ദ്രചൂഡ്. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ആരാണ്? വിജയ കിഷോർ രഹത്കറാണ്. ഓർത്തുവയ്ക്കുക. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയ കിഷോർ രഹത്കർ. നെക്സ്റ്റ്, ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനപതിയായി നിയമിതയായത് ആരാണ്? ഐഷാന്ത് അസീമ. ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനപതിയായി നിയമിതയായത് ഐഷാന്ത് അസീമ. നെക്സ്റ്റ്, തീരരക്ഷാസേനാ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? പരമേശ് ശിവമണി. തീരരക്ഷാസേനാ മേധാവിയായി ചുമതലയേറ്റത് പരമേശ് ശിവമണി. ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനപതിയായി നിയമിതയായത് ഐഷാന്ത് അസീമ. തീരരക്ഷാസേനാ മേധാവിയായി ചുമതലയേറ്റത് പരമേശ് ശിവമണി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം ഏതാണ്? ലാഹോറാണ്. ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരമാണ് ലാഹോർ. ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരമാണ് ലാഹോർ. പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമാണ് ലാഹോർ. ഓർത്തുവയ്ക്കുക. ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരമാണ് പാകിസ്ഥാൻ്റെ സാംസ്കാരിക നഗരമായ ലാഹോർ. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴിൽ സ്ഥിതി ചെയ്ത മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. ഓർത്തുവയ്ക്കുക. സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസാണ് തിരുവനന്തപുരം ജില്ലയിലെ
മലയൻകീഴിലുള്ള മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഓർത്തുവയ്ക്കുക, ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരമാണ് ലാഹോർ. സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസാണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴിലെ മാധവകവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഏതാണ്? ഗോൾ ഫോർ വയനാട്. ഗോൾ ഫോർ വയനാട്. ഓർത്തുവയ്ക്കുക, വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഗോൾ ഫോർ വയനാട്. നെക്സ്റ്റ്, ഇസ്രയേൽ പലസ്തീൻ സംഘർഷം പ്രമേയമാക്കിയുള്ള ഷീല ടോമിയുടെ നോവൽ ഏതാണ്? ആ നദിയോട് പേര് ചോദിക്കരുത്. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം പ്രമേയമാക്കിയുള്ള ഷീല ടോമിയുടെ നോവലാണ് ആ നദിയോട് പേര് ചോദിക്കരുത്. നെക്സ്റ്റ്, മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിംഹ. ഓർത്തുവയ്ക്കുക, മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിംഹ. നെക്സ്റ്റ്, കേരളത്തിൽ ആദ്യമായി എംപോക്സ് വകഭേദമായ ക്ലേഡ് 1B സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ഓർത്തുവയ്ക്കുക, കേരളത്തിൽ ആദ്യമായി എംപോക്സ് വകഭേദമായ ക്ലേഡ് 1B സ്ഥിരീകരിച്ച ജില്ലയാണ് മലപ്പുറം ജില്ല. ഓർത്തുവയ്ക്കുക, മിസ് യൂണിവേഴ്സ് ഇന്ത്യ 2024 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് റിയ സിംഹ. കേരളത്തിൽ ആദ്യമായി എംപോക്സ് വകഭേദമായ ക്ലേഡ് 1B സ്ഥിരീകരിച്ച ജില്ല മലപ്പുറം ജില്ല. നെക്സ്റ്റ്, 2024 ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? സന്ധ്യ ജയേഷ് പുളിമാത്ത്. ഓർത്തുവയ്ക്കുക, 2024 ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സന്ധ്യ ജയേഷ് പുളിമാത്ത്. ദയാവധം എന്ന കൃതിക്കാണ് ഈയൊരു പുരസ്കാരം ലഭ്യമായത്. ഓർത്തുവയ്ക്കുക, സന്ധ്യ ജയേഷ് പുളിമാത്തിൻ്റെ ദയാവധം എന്ന കൃതിക്കാണ് ഈയൊരു പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ആരാണ്? പ്രണബ് ജോത്നാഥ്. സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് പ്രണബ് ജോത്നാഥ്. ഓർത്തുവയ്ക്കുക, 2024 ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? സന്ധ്യ ജയേഷ് പുളിമാത്താണ്. സന്ധ്യ ജയേഷ് പുളിമാത്തിൻ്റെ ദയാവധം എന്ന കൃതിക്കാണ് ഈയൊരു പുരസ്കാരം ലഭ്യമായത്. സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് പ്രണബ് ജോത്നാഥാണ്. നെക്സ്റ്റ്, 2024 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ന്യൂസിലാൻഡാണ്. ഓർത്തുവയ്ക്കുക, 2024 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ന്യൂസിലാൻഡാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത്. 32 റൺസിനാണ് തോൽപ്പിച്ചത്. ഓർത്തുവയ്ക്കുക, 2024 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ന്യൂസിലാൻഡാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിനാണ് തോൽപ്പിച്ചത്. നെക്സ്റ്റ്, 2025 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. അപ്പോൾ 2024 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ന്യൂസിലാൻഡാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിനാണ് തോൽപ്പിച്ചത്. നെക്സ്റ്റ്, 2025 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണെന്ന് ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, 2026 ICC വനിതാ T20 ലോകകപ്പ് വേദി എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. 2026 ICC വനിതാ T20 ലോകകപ്പ് വേദിയാണ് ഇംഗ്ലണ്ട്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, 2025 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയാണ്. വനിതാ ഏകദിന ലോകകപ്പ് 2025 ICC വനിതാ ഏകദിന ലോകകപ്പിൻ്റെ വേദിയാണ് ഇന്ത്യ. 2026 ICC വനിതാ T20 ലോകകപ്പിൻ്റെ വേദിയാണ് ഇംഗ്ലണ്ട്. മാറിപ്പോവരുത്, ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അതായത് ICCയുടെ ഹാൾ ഓഫ് ഫെയിം എന്ന പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ ആരാണ്? നീതു ഡേവിഡ്. ഓർത്തുവയ്ക്കുക, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ വനിതാ ക്രിക്കറ്ററാണ് നീതു ഡേവിഡ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഓർത്തുവയ്ക്കുക, പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. 2ാം സ്ഥാനം തമിഴ്നാട്. 3ാം സ്ഥാനമേ കേരളത്തിനുള്ളൂ. ഓർത്തുവയ്ക്കുക, പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. 2ാം സ്ഥാനം തമിഴ്നാട്. 3ാം സ്ഥാനം കേരളം. നെക്സ്റ്റ്,
കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. ഓർത്തുവയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. നെക്സ്റ്റ്, ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരൻ. 9000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി. ഓർത്തുവയ്ക്കുക, ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി. ഇതിനു മുൻപ് 9000 റൺസ് തികച്ചവരാണ് സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവർ. ഓർത്തുവയ്ക്കുക, ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി. ഇതിനു മുൻപ് സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് 9000 റൺസ് തികയ്ക്കുന്ന പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം ആരാണ്? വിരാട് കോഹ്ലി തന്നെയാണ്. ഓർത്തുവയ്ക്കുക, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം എന്ന് പറയുന്നതും വിരാട് കോഹ്ലി തന്നെയാണ്. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന നാലാമത്തെ ഇന്ത്യക്കാരനാണ് വിരാട് കോഹ്ലി. ഇതിനു മുൻപ് 9000 റൺസ് തികച്ച പ്ലേയേഴ്സ് എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ്. അതുപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരവും വിരാട് കോഹ്ലി തന്നെയാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ലാപത ലേഡീസ്. 2025 ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രമാണ് ലാപത ലേഡീസ്. സംവിധാനം കിരൺ റാവു. ഓർത്തുവയ്ക്കുക, 2025 ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രമാണ് ലാപത ലേഡീസ്. സംവിധാനം കിരൺ റാവു. നെക്സ്റ്റ്, മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് എവിടെയാണ്? കായംകുളം. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളം. അപ്പോൾ 2025 ഓസ്കാറിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രമാണ് ലാപത ലേഡീസ്. സംവിധാനം കിരൺ റാവു. നെക്സ്റ്റ്, മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളത്താണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ സുനിൽ ഛേത്രിയാണ്. ഓർത്തുവയ്ക്കുക, ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ സുനിൽ ഛേത്രിയാണ്. നെക്സ്റ്റ്, സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ. ഓർത്തുവയ്ക്കുക, സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം നേടിയത് ഇന്ത്യ. നെക്സ്റ്റ്, ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ്? മനു ഭാക്കർ. ഓർത്തുവയ്ക്കുക, ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. നെക്സ്റ്റ്, സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? KS ചിത്ര. ഓർത്തുവയ്ക്കുക, സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് അർഹയായത് KS ചിത്ര. അപ്പോൾ ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമിയുടെ 2022 ക്ഷേത്രകലാശ്രീ പുരസ്കാരത്തിന് അർഹയായത് KS ചിത്രയാണ്. നെക്സ്റ്റ്, സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിലും വീടില്ലാത്തവർക്കായി വീട് വയ്ക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഗൃഹശ്രീ പദ്ധതി. ഓർത്തുവയ്ക്കുക, സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിലും വീടില്ലാത്തവർക്കായി വീട് വയ്ക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗൃഹശ്രീ പദ്ധതി. നെക്സ്റ്റ്, ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പാർവതി തിരുവോത്ത്. ഓർത്തുവയ്ക്കുക, പാർവതി തിരുവോത്തിനാണ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഉള്ളൊഴുക്ക് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് പാർവതി തിരുവോത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഓർത്തുവയ്ക്കുക, ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് പാർവതി തിരുവോത്തിനാണ്. ഉള്ളൊഴുക്ക് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് പാർവതി തിരുവോത്തിന് ഈ ഒരു പുരസ്കാരം ലഭ്യമായത്. നെക്സ്റ്റ്, 2026 ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടേക്കാണ്? USA,
കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളാണ്. ഓർത്തുവയ്ക്കുക, 2026 ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി 3 രാജ്യങ്ങളാണ്. USA, കാനഡ, മെക്സിക്കോ എന്നിവയാണ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിൻ്റെ സ്രഷ്ടാവ് അടുത്തിടെ അന്തരിച്ചു. പേര് അന്റോണിയോ സ്കാർമെത്ത. ഓർത്തുവയ്ക്കുക, പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിൻ്റെ സൃഷ്ടാവ് അടുത്തിടെ അന്തരിച്ചു. പേര് അന്റോണിയോ സ്കാർമെത്ത. ഓർത്തുവയ്ക്കുക, അന്റോണിയോ സ്കാർമെത്ത. അപ്പോൾ 2026 ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദിയാണ് USA, കാനഡ, മെക്സിക്കോ. അതുപോലെ പാബ്ലോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിൻ്റെ സൃഷ്ടാവ് അടുത്തിടെ അന്തരിച്ചു. പേര് അന്റോണിയോ സ്കാർമെത്ത. നെക്സ്റ്റ്, 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. ഓർത്തുവയ്ക്കുക, 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ് PR ശ്രീജേഷ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ഹോക്കി താരമാണ് PR ശ്രീജേഷ്. അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റായി ചുമതലയേറ്റത് ആരാണ്? ലുവോങ് കുവോങ്. ഓർത്തുവയ്ക്കുക, വിയറ്റ്നാമിൻ്റെ പുതിയ പ്രസിഡൻ്റായി ചുമതലയേറ്റ വ്യക്തിയാണ് ലുവോങ് കുവോങ്. നെക്സ്റ്റ്, റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 4 മിഷൻ. ഓർത്തുവയ്ക്കുക, റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രനിലെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ചന്ദ്രയാൻ 4 മിഷൻ. നെക്സ്റ്റ്, 2024 ഒക്ടോബറിൽ ദൃശ്യമായ 80,000 വർഷങ്ങൾക്കു ശേഷം മാത്രം കാണാൻ സാധിക്കുന്ന വാൽ നക്ഷത്രം ഏതാണ്? ഷുജിൻഷാൻ അറ്റ്ലസ്. ഓർത്തുവയ്ക്കുക, 2024 ഒക്ടോബറിൽ ദൃശ്യമായ 80,000 വർഷങ്ങൾക്കു ശേഷം മാത്രം കാണാൻ സാധിക്കുന്ന വാൽ നക്ഷത്രമാണ് ഷുജിൻഷാൻ അറ്റ്ലസ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം അതായത് റൈറ്റേഴ്സ് വില്ലേജ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരുടെ ഗ്രാമം അതായത് റൈറ്റേഴ്സ് വില്ലേജ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ്, കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ പോക്കറ്റ് മാർട്ട് ആപ്പ്. പോക്കറ്റ് മാർട്ട് ആപ്പ് കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട് ആപ്പ്. നെക്സ്റ്റ്, കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ അഴീക്കലാണ്. ഓർത്തുവയ്ക്കുക, കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കലാണെന്ന് ഓർത്തുവയ്ക്കുക. കുടുംബശ്രീയുടെ സേവനങ്ങൾ സ്മാർട്ട് ഫോണിൽ ലഭ്യമാക്കുന്നതിനുള്ള ആപ്ലിക്കേഷനാണ് പോക്കറ്റ് മാർട്ട് ആപ്പ്. കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കലാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? എറണാകുളമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാണ് എറണാകുളം. നെക്സ്റ്റ്, സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാർ ആപ്ലിക്കേഷൻ കേരള അതിഥി ആപ്പ്. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികളെ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള സർക്കാർ ആപ്ലിക്കേഷനാണ് കേരള അതിഥി ആപ്പ്. നെക്സ്റ്റ്, ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് 2024 പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് 2024 പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? റബാത്ത് ആണ്. ഓർത്തുവയ്ക്കുക, 2026 ലോക പുസ്തക തലസ്ഥാനമായ യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമാണ് റബാത്ത്. ആഫ്രിക്കയിലെ നഗരമാണ് റബാത്ത്. ഓർത്തുവയ്ക്കുക. ഇനി 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമാണ് ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഓർത്തുവയ്ക്കുക, 2026 ലോക പുസ്തക
തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമാണ് ആഫ്രിക്കയിലെ റബാത്ത്. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമാണ് ബ്രസീലിലെ റിയോ ഡി ജനീറോ. ഇനി 2024 ഏതായിരുന്നു? ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആയിരുന്നു. ഓർത്തുവെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം എന്ന് പറയുന്നത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ്. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ആഫ്രിക്കയിലെ റബാത്താണ്. ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഓസ്ട്രേലിയൻ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ജിൻസൺ ആൻറ്റോ ചാൾസ്. ഓർത്തുവെക്കുക, ഓസ്ട്രേലിയൻ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ജിൻസൺ ആൻറ്റോ ചാൾസ്. കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ് ജിൻസൺ ആൻറ്റോ ചാൾസ്. ഓർത്തുവെക്കുക, കോട്ടയംകാരനാണ്. ഓസ്ട്രേലിയൻ മന്ത്രിയാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ജിൻസൺ ആൻറ്റോ ചാൾസ്. കോട്ടയംകാരനാണ് ജിൻസൺ ആൻറ്റോ ചാൾസ്. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ UK ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓർത്തുവെക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ UK ലീഡ്സ് സർവകലാശാലയിലെ ഗവേഷണ സംഘം നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യമാണ് ഏത്? ഇന്ത്യ. 2ാം സ്ഥാനം നൈജീരിയയാണ്. 3ാം സ്ഥാനം ഇന്തോനേഷ്യ. ഓർത്തുവെക്കുക, ലോകത്തെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന രാജ്യമാണ് ഇന്ത്യ. 2ാം സ്ഥാനം നൈജീരിയ. 3ാം സ്ഥാനം ഇന്തോനേഷ്യ. നെക്സ്റ്റ്, 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല. കാസർഗോഡ്. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ലയാണ് കാസർഗോഡ്. കലാമേളയ്ക്ക് നൽകിയിരിക്കുന്ന പേര് അഭിന്നം. ഓർത്തുവെക്കുക, 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ലയാണ് കാസർഗോഡ്. കലാമേളയ്ക്ക് നൽകിയ പേരാണ് അഭിന്നം. നെക്സ്റ്റ്, മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകം ഏതാണ്? ഒറ്റഞ്ഞാവൽ മരം. മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകമാണ് ഒറ്റഞ്ഞാവൽ മരം. 2024 സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ലയാണ് കാസർഗോഡ്. കലാമേളയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് അഭിന്നം. അതുപോലെ മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയെ ആസ്പദമാക്കിയുള്ള നാടകമാണ് ഒറ്റഞ്ഞാവൽ മരം. നെക്സ്റ്റ്, കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് അമയ് ഗുറാസിയ. ഓർത്തുവയ്ക്കുക, കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് അമയ് ഗുറാസിയ. നെക്സ്റ്റ്, ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് സച്ചിൻ ടെണ്ടുൽക്കർ. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ പരിശീലകനായി നിയമിതനായത് അമയ് ഗുറാസിയ. ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് സച്ചിൻ ടെണ്ടുൽക്കർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ക്ലോഡ് ഗിരാർഡറ്റ്. MSC ക്ലോഡ് ഗിരാർഡറ്റ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ക്ലോഡ് ഗിരാർഡറ്റ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ക്ലോഡ് ഗിരാർഡറ്റ്. ഓർത്തുവയ്ക്കുക, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതാണ്? സാൻ ഫെർണാണ്ടോയാണ്. ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ക്ലോഡ് ഗിരാർഡറ്റ്. മാറിപ്പോവരുത്. നെക്സ്റ്റ്, 80,000 കോടി രൂപയുടെ വിപണി മൂല്യം നേടുന്ന ആദ്യ കേരള കമ്പനി. 80,000 കോടി രൂപയുടെ വിപണി മൂല്യം നേടുന്ന ആദ്യ കേരള കമ്പനിയാണ് മുത്തൂറ്റ് ഫിനാൻസ്. ഓർത്തുവയ്ക്കുക, വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ക്ലോഡ് ഗിരാർഡറ്റ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. അതുപോലെ 80,000 കോടി രൂപയുടെ വിപണി മൂല്യം നേടുന്ന ആദ്യ കേരള കമ്പനിയാണ് മുത്തൂറ്റ് ഫിനാൻസ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ആഗോള നിക്ഷേപ സൂചികയിൽ ചൈനയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ഇന്ത്യ. ആഗോള നിക്ഷേപ സൂചികയിൽ ചൈനയെ പിന്തള്ളി ഒന്നാമതെത്തിയ രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി പ്രഖ്യാപിച്ചത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലാണ്. ഓർത്തുവയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമായി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലാണ്. നെക്സ്റ്റ്,
ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ്? സഞ്ജീവ് കുമാർ സിംഗ്ല. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് സഞ്ജീവ് കുമാർ സിംഗ്ല. നെക്സ്റ്റ്, കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി അറിയപ്പെടുന്ന പേര് ഷുഗർ ബോർഡ്. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി ഏതാണ്? ഷുഗർ ബോർഡ്. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് ഷുഗർ ബോർഡ്. ഫ്രാൻസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരാണ്? സഞ്ജീവ് കുമാർ സിംഗ്ല. കുട്ടികളിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടിയാണ് ഷുഗർ ബോർഡ്.